Hi guys, welcome back to my YouTube channel. ഇപ്പോൾ സമയം 6:40 ആവുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് കല്യാണം സീൻസസ് ആണ് നമ്മുടെ സീരിയലിൽ. ദാറ്റ് മീൻസ് ആതിരയുടെ കല്യാണമാണ് എൻ്റെ. അപ്പോൾ ഞാൻ കുളിച്ച് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ സാധാരണ മേക്കപ്പ് ലൊക്കേഷൻ ചെന്നിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് കുറേ ആർട്ടിസ്റ്റുകളും കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉള്ളത് കൊണ്ട് ഭയങ്കര തിരക്കാവും. അപ്പോൾ ഞാനത് റൂമിൽ നിന്ന് സമാധാനത്തോടെ മേക്കപ്പ് ചെയ്തിട്ട് പോവാം. അപ്പോൾ 7 മണിക്ക് വണ്ടി വരും. സോ അതിന് മുമ്പ് നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഹെയറും ഡ്രസ്സും അവിടെ ചെന്നിട്ടായിരിക്കും ഞാൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, ഇതാണ് ലുക്ക്. ഹെയർ ചെയ്തു, ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റാണ്, സാരി ഡ്രേപ്പ് ചെയ്തു. സോ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഹെയർ, ഓർണമെൻറ്റ്സ്. സോ യാ, ബ്രൈഡ് ലുക്ക് കംപ്ലീറ്റ്. അവിടെയും ഞാൻ പരാജയപ്പെട്ടു. റിയാക്ഷൻ വീട്ടിൽ പറഞ്ഞു, ഏതായാലും നീ സമാധാനപ്പെട്ടു, മറ്റെന്തെങ്കിലും വഴി ദൈവം കാണിച്ചു, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ കല്യാണം നടക്കും. ഇതെൻ്റെ 3 അച്ഛന്മാരാണ് ഇരിക്കണേ. ഇത് സീരിയലത്തെ അച്ഛൻ, ഇതെൻ്റെ ഫാദർ ഇൻ ലോ, ഇതെൻ്റെ റിയൽ ഫാദർ. സോ യാ, ഏറ്റവും നല്ല അച്ഛൻ ഞാനാ. ഓ കേട്ടോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെ, കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോണുള്ളൂ. നോക്കട്ടെ ഞാൻ ഏതച്ഛനാ നല്ലത്, എന്നിട്ട് അവിടെ താമസിക്കണോ ഇങ്ങോട്ട് വരണോന്ന് ഞാൻ തീരുമാനിക്കട്ടെ. എന്തോ അതെന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഞാൻ ഓ അങ്ങനെ. 2 legends ഓഫ് മലയാളം സിനിമ. അതെ അതെ, അത് ശരിയാ. പിന്നെ നമ്മുടെ വീടെന്ന് പറഞ്ഞ ഇല്ല, ലൈക്ക് ഭർത്താവിന്റെ വീട് തന്നെ ആയിരിക്കും. കഷ്ടപ്പാട്, പെണ്ണായി ജനിച്ച ഇങ്ങനെ ഇരിക്കും. ഹായ് ഗൈസ്, അപ്പം സമയം 8:30 ആയിട്ടുണ്ട് രാത്രി. ഇപ്പോഴാണ് താലി കെട്ടാൻ പോകുന്ന സീരിയലിൽ. സോ കമ്മലയും ഒരു വെച്ചു ഗൈസ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കല്യാണത്തിൻ്റെ. ആക്ച്വലി ഞങ്ങൾ സീരിയലിൽ കല്യാണം 3 ദിവസമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 3 ദിവസം ഈ കോസ്റ്റ്യൂം, ഈ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് രാവിലെ ഒരു 8 മണിക്ക് റെഡിയായി തുടങ്ങിയിട്ട് രാത്രി 9:30 വരെ ഇങ്ങനെ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കിതിൽ 3 ദിവസമാണ് കല്യാണം. ആദ്യത്തെ ഒരു ദിവസം ലെഹങ്ക ആയിരുന്നു എനിക്ക്, കുഴപ്പമില്ല. ഇന്നുമാണ് ബ്രൈഡൽ കോസ്റ്റ്യൂം. റിയൽ ലൈഫിൽ കല്യാണമാണെങ്കിൽ താലികെട്ടൊക്കെ ഒരു ഉച്ചത്തോടെ കഴിയും. ഒരു 1-2 മണിക്കൂറത്തെ, മാക്സിമം പോയ 3-4 മണിക്കൂറത്തെ പരിപാടി ഉള്ളൂ. അതോടെ കഴിയും താലികെട്ട്. നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ തുടങ്ങി രാത്രി 9:30 വരെ ഇത് തന്നെ ഇട്ടിരിക്കണം. ലൈക്ക് വെറുത്തു പോവും, കല്യാണം വെറുത്തു പോവും. സാരി, ഓർണമെൻറ്റ്സ്, ഇതൊക്കെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഇത് കുത്താൻ തുടങ്ങും, ചുറിയാൻ തുടങ്ങും. പിന്നെ ഹെയറിൽ തന്നെ ഒരു ഡസൻ ക്ലിപ്പ്, മുല്ലപ്പൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ സമയം 11 മണിയാവുന്നു. ഇതുവരെ എനിക്ക് ഇന്ന് ഷോട്ട് എടുത്തിട്ടില്ല, റെഡി ആയിട്ടിരിക്കുന്നു. ഇന്നലെ ആക്ച്വലി സാധാരണ ഞങ്ങൾക്ക് 9:30 വരെയാണ് ഷൂട്ടുള്ളത്. ഇന്നലെ 9:30 കഴിഞ്ഞു. ഇന്നലെ രാത്രി താലികെട്ട് എടുക്കുമെന്ന് വിചാരിച്ചു, എടുത്തില്ല. സ്റ്റേജിൽ കുറച്ച് സീക്വൻസസ് ആയിരുന്നു. ഇന്നായിരിക്കും താലികെട്ട്. എപ്പോഴാണെന്ന് അറിയില്ല, മിക്കവാറും രാത്രി ആയിരിക്കും. നമ്മൾ സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഇല്ലല്ലോ. രാത്രി
നമ്മൾ എന്താ പറയുക, ഞാൻ കല്യാണം വെറുത്ത് പോയി. കഥാനായികയിൽ ഇങ്ങനെയായിരുന്നു. കഥാനായികയിൽ ഇതിനേക്കാളും എനിക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫുൾ ഓരോ ചെറിയ ചെറിയ മാല, വല, കൈ നിറച്ച്. ഇൻസ്റ്റയിൽ എൻ്റെ ഫോട്ടോ കണ്ടറിയാം കഥാനായികയിൽ അത് 3 ദിവസം നമ്മൾ പെടലി പോലും അനക്കാൻ പറ്റത്തില്ല. ഇതിൽ പിന്നെ അത്രയും ഓർണമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സോ ഗൈസ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നോയ്സ് കേൾക്കാം. റോഡ് സൈഡാണ്. സോ എനിക്ക് ആക്ച്വലി പനി പോലെയും തോന്നുന്നുണ്ട്, കോൾഡ് ഉണ്ട്, നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബ്രൈഡൽ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും ഒക്കെ. സോ ഗൈസ് എത്ര മണിക്ക് ആക്ച്വലി ഇന്ന് ഞങ്ങൾക്ക് ഡബിൾ യൂണിറ്റാണ്. ലൈക്ക് 2 ക്യാമറ, 2 ഡയറക്ടർമാർ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. സോ ഇന്ന് ഡബിൾ യൂണിറ്റാണ്. സോ ഇന്നത്തോടെ തീരുന്നു വിശ്വസിക്കാം കല്യാണം. ടമ്മോ അപ്പോൾ അന്ന് ഷൂട്ട് കഴിയാൻ ലേറ്റ് ആവുമെന്ന് ഞങ്ങളോട് ഡയറക്ടർ സാർ പറഞ്ഞു. ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. സോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. എന്നിട്ട് വേണം ഷൂട്ട് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. പറയ്, സമയം ഇപ്പം എത്രയായി? 12:30. മിണ്ടാതിരിക്കും. ബ്ലോഗിലുണ്ട് വിഷ്ണു ചേട്ടാ. കെട്ടിയ എക്സ്പീരിയൻസ് പറയാം. എത്രാമത്തെ കല്യാണം? 5ാമത്തെ കല്യാണം. അപ്പോൾ അന്ന് ഷൂട്ട് കഴിയാൻ ഒരുപാട് ലേറ്റായി. 1 മണി സംതിങ് ആയി. അപ്പോൾ കല്യാണ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.